ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഒരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ശരിക്ക് വൈകുന്നേരം പ്ലാൻ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഒന്നും നടന്നില്ല. ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി. അപ്പോൾ ലേറ്റായി. അപ്പോൾ അതാ പെട്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ആ പ്ലാന് ഇപ്പോഴത്തേക്ക് മാറ്റി. രാത്രി ഒരു 9:30 ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ടാ. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. നമ്മൾ ഓരോന്ന് കാട്ടുന്നുണ്ട് അവിടെ. ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, നമ്മളെങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോണത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് കേട്ടോ. ഇവിടെ UAE-യിലുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു അട്രാക്റ്റീവ് പ്ലേസാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൺട്രീസിൻ്റെ ഫുഡ്, അവരെ ഡ്രസ്സ് ഒക്കെ നമുക്ക് ഫുഡൊക്കെ നമുക്ക് അവർ വിൽക്കും. എല്ലാം നമുക്ക് വിൽക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. കാറിലൊക്കെ കയറി യാത്ര ഒക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറുള്ളൂ കേട്ടോ യാത്ര ഇവിടുന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തിരിഞ്ഞു പോകേണ്ടി വന്നു. റോഡിൻ്റെ അവിടെ അന്ന് മഴ പെയ്തിട്ട് നല്ല വെള്ളമായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞ് കുറച്ചൊന്ന് കറങ്ങി. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം അങ്ങനെ ഇതാ ലൈറ്റ് കാണാതാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. കളർഫുൾ ലൈറ്റൊക്കെ കാണുന്നത്. ഞങ്ങളവിടെ ഇങ്ങനെ എത്താനായി. ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, മുന്നേ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നത് ഞങ്ങൾ അൽക്കൂസിൽ താമസിച്ചിരുന്നു. അൽക്കൽ ഗേറ്റ് എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം. അന്ന് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ വന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വന്നത്. അല്ല പക്ഷെ അതൊരു മെമ്മറിയാണ് അന്നത്തേത്. ബസ് വെച്ചാൽ കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടൈമിന് നമുക്ക് ബസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മൾ റെഡി ആയി നിൽക്കണം. അപ്പോൾ ആ ഒരു ഓർമ്മ ഇവിടെ എത്തുമ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതാ നമ്മൾ കുറച്ച് കാറ് പാർക്കൊക്കെ ചെയ്ത് നമ്മൾ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചവിടെ നടക്കാണ്ട്, കുറച്ച് ഇപ്പുറത്താണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UAE-യിൽ ഇവിടെ ദുബായിൽ ഇവിടെ UAE തന്നെ എല്ലാ മാളിലും എവിടെ പോയാലും നടക്കൽ മസ്റ്റാണ്. ഒരുപാട് നടക്കാനുണ്ടാവും. അപ്പോൾ അത് ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ്. ഞങ്ങളിതിൻ്റെ ഫ്രണ്ട് 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ എൻട്രൻസിലൂടെ കയറുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്താനായി, എൻട്രൻസിലെത്താനായി. എന്താ പറയുക, ടിക്കറ്റ് അതിൻ്റെ സൈഡിലാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ഇതാ ബസ് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. മോൾ ഓരോന്ന് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, സൺഡേ അല്ലേ, അപ്പോൾ വലിയ തിരക്കില്ല. ടിക്കറ്റ് എടുത്തിട്ടോ. മോൾക്ക് ഫ്രീ ആണ്. പിന്നെ വലിയ ആൾക്കാർക്ക് 25 ദിവസം ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിട്ടോ. ഉള്ളിൽ കയറിയതാണ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നു എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ മോൾ അലമ്പാക്കിയത്. പിന്നെ വീണ്ടും ഒന്നും കൂടി വീഡിയോ എടുത്തിട്ട് അങ്ങനെ അതാ മോൾക്കൊരു കാറ് അവിടെ കുട്ടികൾക്ക് അവർ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ട്. അപ്പോൾ എന്താ പറയുക, കാറ് നമ്മൾ ഹവർലി ചാർജാണ് കേട്ടോ. അതിന് 1 മണിക്കൂറും 15 ദിർഹമാണ്. അപ്പോൾ ഞങ്ങൾ 60 ദിർഹമാണ് പേ ചെയ്തത്. കാരണം ബാക്കി ഉണ്ടെങ്കിൽ അവർ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലേക്ക് പോകണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഉള്ളിൽ കയറിയിട്ടില്ല, ഉള്ളിലേക്ക് പോകണുള്ളൂ. അതാ നമ്മൾ എൻട്രൻസ് കടന്നു കേട്ടോ. കടന്നു. അതാ നല്ല രസമാണ് ഇവിടെ കാണാൻ. UAE-യിലുള്ളവരാണെങ്കിൽ UAE-യിലുള്ളവർ അധികം ഇവിടെ വന്നിട്ടുണ്ടോ. വിസിറ്റിന് വരുന്നവരെന്തായാലും
വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ആ വിസിറ്റിന് വരണം എന്തായാലും അതൊരു ഇതായില്ലേ. ഓക്കെ, നമ്മളിതാ ഫസ്റ്റ് കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ പോണത് തുർക്കിക്കാണേ, തുർക്കി. അപ്പം അങ്ങനെ ഇതാ നമ്മളിതാ കയറിട്ടോ. പിന്നൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഗ്ലോബൽ വില്ലേജ് തീരാറായി, നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ ഇന്നലെ തോന്നുന്നുണ്ട് 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിലും കൂടിയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല രസമാണ് ഇവിടെ കാണാൻ. നിങ്ങൾ കണ്ടില്ലേ അവരെ ജ്വൽസ്, അവരുടേതായിട്ടുള്ള കൈത്തറി വസ്ത്രങ്ങൾ, എല്ലാ സാധനങ്ങളും, പാത്രങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും എല്ലാവരും കാണും എന്തായാലും.
പീസ് പീസ് എത്രയാണ് പോലെ ചുരിദാറൊക്കെ വളരെ റേറ്റ് ഉണ്ട്, ഉള്ളതുകൊണ്ട് റേറ്റ് ഇല്ല, കുറവുള്ളതുകൊണ്ട്. പിന്നെ കുറേ മെറ്റീരിയൽ ഉണ്ട് പല വെറൈറ്റി ഡ്രസ്സും ഉണ്ടാവും.
വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവിടെ സ്റ്റക്കായിട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ ഒന്നും എടുത്തു.